ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനത്തെ പറ്റിയിട്ടുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത് സ്നാപക യോഹന്നാൻ എന്ന വ്യക്തിയും ഈ ഹെറോദേസ് എന്ന് പറയുന്ന ഈ രാജാവിനെയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഈ ഭാഗത്തിൽ നമ്മൾ പ്രതിഫലിച്ച് കാണുന്ന ചില വ്യത്യസ്തതകളെ പറ്റിയിട്ടാണ്, അവരുടെ ജീവിതം എപ്രകാരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഒന്ന് ധ്യാനിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ സ്നാപക യോഹന്നാനിലേക്ക് വരാം. ഈ ഹെറോദിയാസ് ഒരു തെറ്റായ ജീവിതം നയിക്കുന്നു എന്ന് അറിഞ്ഞ, തെറ്റായ പാതയിലൂടെയാണ് നടക്കുന്നതെന്നറിഞ്ഞ സ്നാപക യോഹന്നാൻ ചെയ്യുന്നത് അവരുടെ മുമ്പിലേക്ക് കടന്നു വരികയും ആ തെറ്റിനെ വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. സ്നാപകൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം വന്നിരിക്കുന്നത് തന്നെ ഈ അനുതാപത്തിൻ്റെ ഒരു സുവിശേഷം പ്രഘോഷിക്കാനായിട്ടാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത്. ഈശോയുടെ കടന്നുവരവിന് മുമ്പായിട്ട് അവന് വഴിയൊരുക്കാനായിട്ടാണ് ഈ സ്നാപക യോഹന്നാൻ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് എന്തും വെട്ടിത്തുറന്ന് പറയാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ഒത്തിരി പേര് ഈ സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഈ അനുതാപത്തിൻ്റെ മാമോദിസ സ്വീകരിക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നാപക യോഹന്നാനെ നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത് ഈ അനുതാപത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്രകാരം തന്നെയാണ് ഈ ഹെറോദസിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്നാപക യോഹന്നാനും ചെയ്യുന്നത്. ഹെറോദിയാസുമായിട്ട് ചെയ്യുന്ന കാര്യം, അതായത് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ കാര്യം ചെയ്യുന്നുവെന്ന് സ്നാപക യോഹന്നാൻ അവർ വിളിച്ചു പറയുകയാണ്. ഇതിന് ഹെറോദിയാസ് ഒട്ടും നല്ല രീതിയിൽ സ്വീകരിക്കാതെ അദ്ദേഹത്തെ തുറങ്കണ്ടടക്കുകയും പിന്നീട് ഒരു അവസരം വന്നപ്പോൾ സ്നാപക യോഹന്നാനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവിടെ തൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട്, സത്യത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഈ ഒരു രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുന്നത് സ്നാപക യോഹന്നാന്. എന്നാൽ നമ്മൾ ഹെറോദോസ് രാജാവിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ആഡംബര ജീവിതത്തിനും തനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന അധികാരത്തിനും ഒക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒട്ടും താണു പോകാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിട്ടാണ് ഈ ഹെറോദോസ് ഈ ബൈബിളിൽ എടുത്തു വച്ചിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ വന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ ഹെറോദോസിന് വ്യക്തമായിട്ടറിയാം അത് തെറ്റാണെന്ന്. മറ്റൊരു വചനത്തിൽ പറയുന്നത് ഹെറോദോസ് സ്നാപകനെ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന വചനങ്ങളൊക്കെ കേട്ടിരിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ ഹെറോദിയാസുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഹെറോദിയാസ് എപ്പോഴും ഈ സ്നാപക യോഹന്നാനെ കൊല്ലണമെന്നുള്ളൊരു നിലപാടിൽ ഒക്കെ വരുമ്പോൾ അത് തെറ്റാണെന്ന് പറയുകയും, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ ഒന്നും ഹെറോദിയാസ് ഒട്ടും കൂട്ടാക്കുന്നില്ല. താൻ ഹെറോദിയോസിൻ്റെ മകൾക്ക് നൽകിയ ആ വാഗ്ദാനം അത് നിറവേറ്റാനായിട്ടാണ് മുൻതൂക്കം നൽകുന്നത്. അത്തരത്തിലൊരു തെറ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്നൊരു വാക്ക് പറയാൻ ഈ ഹെറോദോസ് ഒട്ടും തയ്യാറാകുന്നില്ല. അവിടെയാണ് ഈ നിലപാടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഹെറോദോസ് അധപ്പതിച്ചു പോവുകയും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇന്ന് സുവിശേഷം വായിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം നമ്മുടെ കൺമുമ്പിലേക്ക് എടുത്തു വെക്കാം. നമ്മൾ ആരുടെ ഭാഗത്താണ്? സ്നാപക യോഹന്നാൻ്റെ ഭാഗത്താണോ അതോ ഹെറോദസിൻ്റെ ഭാഗത്താണോ? ജീവിതത്തിൽ തെറ്റുകൾ വരാം, അല്ലെങ്കിൽ വീണു പോകുന്ന അവസരങ്ങളുണ്ടാകാം. എന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ തെറ്റായ നിലപാടുകളിലേക്ക് അടിയുറച്ചു നിന്നുകൊണ്ട് അതാണ് ശരിയെന്ന് നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുമ്പോൾ അതിൽ സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും
പരിശ്രമിക്കാതെ സ്നാപയോഹന്നാൻ ചെയ്തതുപോലെ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണാനും ആ തെറ്റിനെ തെറ്റാണെന്ന് വിളിച്ചു പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വ്യത്യസ്തമായൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കണം. അതാണ് സ്നാപയോഹന്നാൻ നമുക്ക് നൽകുന്ന ഒരു പാഠം. ഒരിക്കലും തെറ്റായ വഴികൾ പിന്തുടർന്നുകൊണ്ട് നാശത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്കൊരിക്കലും പരിശ്രമിക്കാതിരിക്കാം. എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമോ? അതിന് പ്രതിസന്ധികളുണ്ടാകും. ചിലപ്പോൾ ഒത്തിരി ഹെറോദേസുമാരെ നേരിടേണ്ടി വരും. ജീവിതത്തിൽ ഹെറോദേസുമാർ ഒത്തിരി വിലങ്ങുതിടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നിരുന്നാലും ഈശോയുടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈ സത്യത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്നാപയോഹന്നാൻ്റെ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.